ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രാവിറ്റി പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു MBU 6050 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു ആർഡുയിനോ നാനോ എടുത്തിട്ട് അത് ബോർഡിൽ സെറ്റ് ചെയ്യാം. ഇനി USB കണക്ട് ചെയ്ത് ഇത് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ആർഡുയിനോ ഡ്രോയിഡ് എന്നൊരു ആപ്പാണ് നമ്മളിത് പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കോഡ് ആർഡുയിനോയിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഈ കാണുന്നത് ഒരു LED ഡോട്ട് മാട്രിക്സ് ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് ബ്രെഡ് ബോർഡിലോട്ട് ഫിക്സ് ചെയ്യാം. OLEDയുടെ VCC പിന്ന് ആർഡുയിനോയുടെ 5 വോൾട്ട് പിന്നുമായിട്ടും GND ആർഡുയിനോയുടെ GND ആയിട്ടും D-in D11 ആയിട്ടും CS D10 ആയിട്ടും CLK D13 ആയിട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കമ്പോണന്റ് ആയ MBU 6050 എടുക്കാം. ഇതിന്റെ VCC ആർഡുയിനോയുടെ 5 വോൾട്ട് പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. GND ആയിട്ടും SCL A5 ആയിട്ടും SDA A4 ആയിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഈ ബ്രെഡ് ബോർഡിൽ നിന്നും മാറ്റിയിട്ട് ഡയറക്റ്റ് എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 9 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ ഇതിനൊരു 3D മോഡൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ STL ഫയൽ ഞാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിനി ഈ കമ്പോണൻസ് എല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് വെച്ച് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണാൻ ഒരു നീറ്റ് ഫിനിഷ്ഡ് ബിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് ഞാനിവിടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെവിൻ പീറ്റർ സൈനിങ് ഓഫ്.